എൻ്റെ പേര് ആലമ്മ തോമസ്. ഞാൻ വൈക്കത്തു നിന്നും വരുന്നു. 2019 ജൂലൈ 18-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ജീവിത പങ്കാളിയുടെ പേർക്കാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ മാതാവ് നൽകി. അതിനുശേഷം കൊറോണയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മ തന്ന് അനുഗ്രഹിച്ചത്. എൻ്റെ ഇളയ മോന് അലർജി എന്ന അസുഖം ഉണ്ടായിരുന്നു. തലവേദന, എപ്പോഴും തുമ്മൽ. ഏതാണ്ട് ഒരു 14 വർഷക്കാലം അവന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, ജലദോഷം. അപ്പോൾ പലയിടത്തും ഡോക്ടർമാരെ കാണിച്ചു. അവർ പല മരുന്നുകൾ തന്നു. എങ്കിലും തൽക്കാലം ഒരാശ്വാസം 2-3 ദിവസം കിട്ടും. പിന്നെ ഇത് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ആക്സോയിൽ എന്ന് പറയുന്ന തൈലം മാറ്റുകയില്ല. എപ്പോഴും ഇതിങ്ങനെ വലിച്ച് തൂത്ത് പിറക്കിയൊക്കെയാണ് അവൻ കഴിയുന്നത്. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ആ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവന് തുമ്മലോ ജലദോഷമോ തലവേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവനൊരു മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും പനി വരും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. പഠിക്കുന്ന കാലത്തൊക്കെ അത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. എങ്കിലും അമ്മ മാതാവ് അതെല്ലാം പൂർണ്ണമായി മാറ്റി എൻ്റെ മകന് ആ അലർജിയും പനി വരുന്ന ആ ക്ഷീണവും എല്ലാം മാറ്റി തന്ന ഞങ്ങളെ അനുഗ്രഹിച്ചു. കൂടാതെ അവന് എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. പഠിത്തം കഴിഞ്ഞു. എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ അവൻ ജോലിക്ക് ശ്രമിച്ച് വലിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഞാൻ എന്നാൽ വെളിയിൽ പോയി പഠിക്കാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് മോൻ ആഗ്രഹം അതാണെങ്കിൽ, അമ്മ മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടമാണെങ്കിൽ അത് മോൻ ചെയ്തോ, നമുക്കത് വേണ്ടതുപോലെ മാതാവ് നടത്തിത്തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ മോൻ അതിനുവേണ്ടി ശ്രമിച്ചു. ഒരു ഏജൻറ്റ് വഴി ജർമ്മനിയിൽ പോകാനായിരുന്നു ആഗ്രഹം. അവൻ അവിടെ ആ ഏജൻറ്റ് വഴി കോളേജുകളിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. 7 കോളേജുകളിൽ നിന്നും അവന് റിജക്ഷനാണ് വന്നത്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ആ സെമസ്റ്ററിൽ തന്നെ അവന് അഡ്മിഷൻ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അത് ക്ലാസ് തുടങ്ങുന്നതിന് അടുത്ത ദിവസം തന്നെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഓഫർ ലെറ്റർ വന്നത്. അങ്ങനെ അവന് അഡ്മിഷൻ എടുത്തു. ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിനിടയ്ക്ക് അവൻ IELTS പാസ്സായി. അതും അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ അച്ഛൻ പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടേണ്ട മോനെ, നീ എന്തിനാ ഭയപ്പെടുന്നേ, നിൻ്റെ കൂടെ മാതാവുണ്ട്, നിന്നെ മാതാവ് നയിച്ചുകൊള്ളും, നിൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് ഏറ്റിട്ടുണ്ട്, നീ എല്ലാം മുമ്പോട്ട് നീങ്ങിക്കോ എന്ന് അച്ഛൻ പറഞ്ഞു. അതനുസരിച്ച് അവൻ IELTS എഴുതി. അവൻ നല്ല സ്കോർ ലഭിച്ചു. പിന്നീട് അവൻ A2 എക്സാമിന് വേണ്ടി തയ്യാറായി. അതും അവന് ലഭിച്ചു. നല്ല സ്കോർ കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ അവന് അഡ്മിഷനും കിട്ടിക്കഴിഞ്ഞ് അവൻ കഴിഞ്ഞ ജൂലൈ എല്ലാം ശരിയായി. എങ്കിലും ഡിസംബർ 22-ാം തീയതി അവന് ജർമ്മനിയിലേക്ക് പോകാൻ, കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി പോകാൻ വിസ ലഭിച്ചു. ഡിസംബർ 27-ാം തീയതി അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അവനിപ്പോൾ അവിടെ പഠിക്കുന്നു. കൂടാതെ എൻ്റെ മൂത്ത മോന് ഒരു ജോലി സ്ഥിരമായി ഇല്ലാതെ അവൻ വിഷമിക്കുകയായിരുന്നു. ഞാൻ അമ്മയോട് ഉടമ്പടി വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ നിത്യവും പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, അവൻ ഇത്രയും പ്രായമായല്ലോ, അവനൊരു ജോലിയും ഇതുവരെ ആയിട്ടില്ല, അമ്മ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. അവൻ ദുബായ് വരെയൊക്കെ പോയി തിരിച്ചു വന്നത് മകനാണ്. അമ്മ മാതാവ് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊറോണയും വന്നു. അത് കാരണം അവൻ്റെ ജോലിയിലൊന്നും വലിയ നേട്ടം ഉണ്ടായില്ല. അപ്പോൾ വീണ്ടും മാതാവിനോട് പറഞ്ഞു, മാതാവി, അവനൊരു ജീവിതം അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിക്കുമ്പോൾ അവനൊരു ജോലിയില്ലാതെ എങ്ങനെയാണ്? അതുകൊണ്ട് അവനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. മാതാവ് ഒരു നല്ല ജോലി എറണാകുളത്തൊരു IT കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവന് കൊടുത്തു. അവനെ അനുഗ്രഹിച്ചു. 36 വയസ്സായിട്ടും അവനൊരു വിവാഹം നടക്കാത്തതിൽ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു, പ്രാർത്ഥിക്കുകയായിരുന്നു. ഒത്തിരി ആലോചനകൾ വന്നു, എങ്കിലും ഒന്നും നടന്നില്ല. സങ്കടപ്പെട്ടില്ല. അവസാനം മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവന് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് അവന് അമ്മ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകാനായിട്ട് അതിനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണേ മാതാവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവ് ഒറ്റയ്ക്ക് വിടാനല്ല തീരുമാനിച്ചത്. പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞ ജനുവരിയിൽ ആലോചന വന്നു. ഫെബ്രുവരി 7-ാം തീയതി കല്യാണവും നടന്നു. മകൾ UK ജോലിയുള്ളതായിരുന്നു. ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവൾ UK പോയി.